എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ജീവവചനം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാൽ പലർക്കും നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണെന്നല്ലേ? സന്തോഷം. ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ, നല്ലൊരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആഗ്രഹിച്ച വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട്, അല്ലേ? എന്നാൽ ആ സന്തോഷം എത്ര നാൾ നീണ്ടു നിൽക്കും? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ സന്തോഷം പതുക്കെ കുറയും. നമ്മൾ അടുത്ത കാര്യത്തിന് പിന്നാലെ ഓടും, അല്ലേ? ഇന്നത്തെ ലോകത്ത് പലരും വിചാരിക്കുന്നത് പണവും ആഡംബരവുമാണ് സന്തോഷം തരുന്നതെന്നാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പോലും മനസ്സമാധാനമില്ലാതെ ഉറക്ക ഗുളികകളെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥ സന്തോഷം? അതിലേക്ക് നമുക്ക് കടക്കാം. ബാഹ്യമായ സന്തോഷവും ആന്തരികമായ ആനന്ദവും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹാപ്പിനെസ്, അതായത് ബാഹ്യമായ സന്തോഷം, ജോയ്, അതായത് ആന്തരികമായ ആനന്ദം എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ്. ബാഹ്യമായ സന്തോഷം, അതായത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നാൽ നമ്മൾ ഹാപ്പിയാണ്, ഇല്ലെങ്കിൽ സങ്കടപ്പെടും. എന്നാൽ ജോയ് എന്താണെന്നറിയാമോ? അതായത് ആന്തരികമായ ആനന്ദം. സാഹചര്യങ്ങൾക്ക് അതീതമാണത്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ സമാധാനമാണ്. ബൈബിളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കിയാലോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഈ വചനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു കൊട്ടാരത്തിൽ സുഖമായി ഇരിക്കുകയല്ലായിരുന്നു കേട്ടോ. മറിച്ച് ജയിലിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയാൻ കഴിയുന്നത്? നമുക്കതിൻ്റെ കാരണം നോക്കിയാലോ? കാരണം അദ്ദേഹത്തിൻ്റെ സന്തോഷം ജയിലിന് പുറത്തുള്ള സാഹചര്യങ്ങളല്ലായിരുന്നു, ഉള്ളിലുള്ള ക്രിസ്തുവിലായിരുന്നു. ഇതാണ് യഥാർത്ഥ സന്തോഷം, അതായത് യഥാർത്ഥ ആനന്ദം. ഇനി സന്തോഷം കെടുത്തുന്ന വില്ലന്മാർ ആരാന്ന് നോക്കിയാലോ? സന്തോഷം കെടുത്തുന്ന വില്ലന്മാർ. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതെന്താണെന്ന് പറയട്ടെ. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. 2, അമിതമായ ആകുലതകൾ. 3, താരതമ്യം, കമ്പാരിസൺ. നമുക്കിനി കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നോക്കാം. മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളെയോ നഷ്ടങ്ങളെയോ ഓർത്ത് ഇന്ന് വിഷമിക്കുന്നത്, അത് നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമല്ലേ? ഇനി അമിതമായ ആകുലതകൾ. നാളെക്കുറിച്ചോർത്ത്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഇന്നത്തെ ദിവസത്തെ സമാധാനം കളയുന്നത്, അതും നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇനി കമ്പാരിസൺ, അതായത് താരതമ്യം. സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നമ്മൾ അറിയാതെ നമ്മളെ അവരുമായി താരതമ്യം ചെയ്യാറുണ്ടോ? ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഓരോ ആൾക്കാരുടെ ജീവിതം കണ്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കാറില്ലേ? സദൃശവാക്യങ്ങൾ 17-28 പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തെ പോലും ബാധിക്കും. അതുകൊണ്ട് അനാവശ്യ ചിന്തകളെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി എപ്പോഴാണ് നമ്മൾ അധികം സന്തോഷിക്കുന്നത്? നന്ദിയുള്ള ഹൃദയമുള്ളപ്പോഴാണ് കേട്ടോ. നന്ദിയുള്ള ഹൃദയവും സന്തോഷവും. സന്തോഷം ഉണ്ടാകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയാമോ? നന്ദിയുള്ളവരായിരിക്കുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്
പരാതി പറയുന്നതിന് പകരം ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയും. ഒരു കൊച്ചു ഉദാഹരണം നോക്കിയാലോ? നമുക്ക് ജീവിക്കാൻ തന്നിട്ടുള്ള ഈ മനോഹരമായ ദിവസം, കഴിക്കാൻ തരുന്ന ഭക്ഷണം, നമ്മളെ സ്നേഹിക്കുന്ന കുടുംബം, കുഞ്ഞുങ്ങൾ, ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി നന്ദി എന്ന് പറഞ്ഞു നോക്കൂ. ആ ദിവസം എത്ര പോസിറ്റീവ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെ ഒന്ന് നോക്കിയാലോ? എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് നമ്മളിപ്പോൾ വായിച്ചില്ലേ? ഇനി സന്തോഷം നിലനിർത്താനുള്ള പ്രായോഗിക വഴികൾ നോക്കിയാലോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. 1. ദൈവവുമായുള്ള ബന്ധം. 2. മറ്റുള്ളവരെ സഹായിക്കുക. 3. പോസിറ്റീവായ ചിന്തകൾ. ഇനി ദൈവവുമായുള്ള ബന്ധം നോക്കിയാലോ? ദിവസവും കുറച്ച് സമയം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും മാറ്റിവെക്കുക. ദൈവ സാന്നിധ്യത്തിലാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. 2. മറ്റുള്ളവരെ സഹായിക്കുക. നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം മറ്റൊരാൾക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. പോസിറ്റീവായ ചിന്തകൾ. നമ്മളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഇതും കടന്നു പോകും, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇനി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16:11 പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഈ വാക്യം കേട്ടല്ലോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷം എന്നത് നമ്മൾ പുറത്തെവിടെയെങ്കിലും തിരയേണ്ട ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്. സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും കൂടെയുള്ള ദൈവം വലിയവനാണ് എന്ന ചിന്തയോടെ എപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സന്തോഷത്തിൻ്റെ ഉറവിടമായ ദൈവമേ, നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളും സങ്കടങ്ങളിലും തളർന്നു പോകാതെ അങ്ങിൽ ആശ്രയിച്ച് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ സന്തോഷം എന്ന വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും അധികം ദൈവവചനങ്ങൾ കേൾക്കാൻ ജീവവചനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.